നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. അത് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് കുറേയേറെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കുറേയധികം പെർഫ്യൂംസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് ഒരു സെൻസേഷണലായി മാറുന്ന ചില പെർഫ്യൂംസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സ്ത്രീകളുടെ പെർഫ്യൂംസിൽ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് പ്രാഡയുടെ പാരഡോക്സ് എന്ന് പറയുന്ന പെർഫ്യൂം. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ബൂട്ട്സിലും പെർഫ്യൂം ഷോപ്പിലും ഫ്രേഗ്രൻസ് ഷോപ്പിലും അങ്ങനെ പെർഫ്യൂംസ് സെല് ചെയ്യുന്ന എല്ലാ ഷോപ്സിലെയും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ഫ്രേഗ്രൻസസിൽ ഒരു 5 എണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും പ്രാഡയുടെ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയേറെ ഒരു പോപ്പുലാരിറ്റി ഈ ഒരു പെർഫ്യൂമിന് ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം റിലീസ് ചെയ്തത് 2022-ലാണ്. അതിനുശേഷം ഇതിൻ്റെ 2 ഫ്ലാങ്കേഴ്സ്, ഒരു ഇൻറ്റൻസ് വേർഷനും ഒരു ഫ്ലോറൽ സംതിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള 2 ഫ്ലാങ്കേഴ്സും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഈ ഓഡ പെർഫാം എന്ന് പറയുന്ന ആ ഒരു കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് 2022-ലാണ് റിലീസ് ചെയ്തത്. ഇതിൻ്റെ ഈ ഒരു ബോട്ടിൽ ഡിസൈൻ കൊണ്ട് തന്നെ ഇത് കുറച്ച് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുമായിരുന്നു. കാരണം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അൺയൂഷ്വൽ ആണ്. അതുപോലെ തന്നെ ഒരു മിനിമലിസ്റ്റിക് ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഭയങ്കര ആഡംബരങ്ങളൊന്നും ഈ ഒരു ബോട്ടിലില്ല, വളരെ സിമ്പിളാണ്. പക്ഷെ എന്നാലും ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അതുണ്ട്. അപ്പോൾ പ്രാഡയുടെ പെർഫ്യൂംസ് നമുക്കറിയാം, ഭയങ്കര സോപ്പി പെർഫ്യൂംസും ക്ലീൻ ആൻഡ് ഫ്രഷ് പെർഫ്യൂംസും ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ഒരു ബ്രാൻഡാണ് പ്രാഡ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു പ്രാഡയുടെ ലൂണ റോസ കാർബൺ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ഫ്രേഗ്രൻസസ് പ്രാഡ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു 5 ml മിനി വേർഷനാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. കാരണം ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു ചെറിയ ഫ്രഷ്നെസ് ഉണ്ട് പെയറിൻ്റെ. ഇതിനകത്ത് 2 സിട്രസി ഇൻഗ്രീഡിയൻസ്, ബർഗമോട്ടും ടാഞ്ചറിനും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരു സിട്രസി ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യത്തില്ല. കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു ഫ്രേഗ്രൻസ് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു സിട്രസി ഫീലോ അതൊന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടത്തില്ല. പിന്നെ ഇതിനകത്ത് കുറേയധികം ഫ്ലോറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ജാസ്മിൻ ഉണ്ട്, നെറോലി ഉണ്ട്, ഓറഞ്ച് ബ്ലോസം ഉണ്ട്. അപ്പോൾ അതിൽ ആ ഒരു വൈറ്റ് ഫ്ലോറൽസ് ആണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ മസ്ക് ഉണ്ട്, ആംബർ ഉണ്ട്, അങ്ങനെയുള്ള കുറേയധികം വുഡി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഈ ഒരു പെർഫ്യൂമിൻ്റെ ബേസിലേക്ക് വരുമ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഞാൻ ഫ്രേഗ്രൻസ് വീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3-4 വീഡിയോസ് അത് പാർട്ടായിട്ട് മുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫ്ലോറൽ ഓറിയൻ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കേട്ടോ പ്രാഡയുടെ പാരഡോക്സ് എന്ന് പറയുന്ന പെർഫ്യൂം. കാരണം ഈ ഫ്ലോറൽ ഓറിയൻ്റൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഇത് ഫ്ലോറൽ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് ഒരു ചെറിയ സ്പൈസിനെസ് ഉണ്ട്, കുറച്ചൊരു സ്പൈസി ഫീലും കുറച്ചൊരു വുഡൻ ഫീലും ഇതെല്ലാം വരുമെങ്കിൽ പോലും ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് ഫ്ലോറൽ ടച്ചാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമും എനിക്ക് അത്തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. ഒരുപാട് ആളുകൾക്ക് ഈ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് ഒന്നും ട്രൈ ചെയ്യാറില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പെർഫ്യൂം ഇങ്ങനെ ഒരു തവണ സ്മെൽ ചെയ്യുമ്പോൾ തന്നെ വാവ് ഇത് നല്ല സ്മെല്ലാണല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു ബോട്ടിൽ, ഈ ഒരു 5 ml ബോട്ടിൽ ചേച്ചി എപ്പോഴും ഒരു ഓൺസൈറ്റ് എന്തോ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എയർപോർട്ടിൽ നിന്ന് ചേട്ടൻ 1-2 പെർഫ്യൂംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു 5 ml ബോട്ടിൽ. അപ്പോൾ ഈ ഒരു കുഞ്ഞു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ അടുത്ത് ചേച്ചി പോയി ഒരു 50 ml 100 ml എന്തോ ഒരു ഫുൾ ബോട്ടിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെർഫ്യൂംസിനോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരാൾ റാൻഡമായിട്ട് സ്മെൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാവ് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള, അട്രാക്ട് ചെയ്യിക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് പ്രാഡയുടെ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യവും കൂടെ പറയണം. ഒരുപാട് പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്യുന്ന എന്നെ പോലെ ഒരാൾക്ക് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വാവ് ഫാക്ടർ ഈ ഒരു പെർഫ്യൂമിൽ തോന്നത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമിന് പല പെർഫ്യൂംസിനോടും സിമിലാരിറ്റി ഉണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇറ്റാലിയാനോ
അല്ലല്ലോ എന്താണ് വാലന്റീനോയുടെ ഏതോ ഒരു പെർഫ്യൂം, പേരെനിക്ക് ഓർമ്മയില്ല, വാലന്റീനോയുടെ ഒരു പെർഫ്യൂമിനോട് സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിത് വളരെയധികം സിമിലാരിറ്റി തോന്നിയിട്ടുള്ള മറ്റൊരു പെർഫ്യൂമാണ് കാരലീന ഹെറേറയുടെ ഗുഡ് ഗേൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എയറിലുണ്ടാക്കുന്ന സ്മെൽ എനിക്ക് ഗുഡ് ഗേളുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറേയധികം മറ്റ് പെർഫ്യൂംസിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതിലൊരു വാവ് ഫാക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ അധികം പെർഫ്യൂംസ് ട്രൈ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായി ഒരു വാവ് ഫാക്ടർ ഉണ്ടാക്കുന്ന, ഒരു ഭയങ്കര ഇഷ്ടവും ക്യൂരിയോസിറ്റിയും ഒക്കെ തോന്നിക്കുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പെർഫ്യൂം ഇന്ന് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് ഇപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും 1-2 ഫ്ലാങ്കേഴ്സ് ഈ 2 വർഷം കൊണ്ട് തന്നെ മാർക്കറ്റിൽ വരികയും ഒക്കെ ചെയ്തത് ആ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ എനിക്ക് സാധാരണഗതിയിൽ എനിക്ക് പരിചയമുള്ള പെർഫ്യൂംസ്, ഞാൻ ഉപയോഗിച്ച ശീലമുള്ള അല്ലെങ്കിൽ പല ആളുകളും ഇങ്ങനെ അടുത്ത് ഉപയോഗിക്കാറുള്ള പെർഫ്യൂംസ് ഒക്കെ എനിക്ക് എയറിൽ കിട്ടുമ്പം എനിക്ക് എൻ്റെ സ്മെല്ല് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു പെർഫ്യൂം എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും. കാരണം എൻ്റെ ഒരു കൊളീഗിനും ഈ ഒരു പെർഫ്യൂം ഉണ്ട്. അപ്പം എപ്പോഴൊക്കെ എൻ്റെ കൊളീഗ് ഈ ഒരു പെർഫ്യൂം ഉപയോഗിച്ചിട്ട് വന്നാലും ഞാൻ അവളോട് ചോദിക്കാറുണ്ട്, നീ ഇത് കാരലീന ഹെറേറ ഗുഡ് ഗേൾ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ആൾക്ക് ആ ഒരു പെർഫ്യൂമും ഉണ്ട്. പക്ഷേ എപ്പോഴൊക്കെ ഞാനിത് അവളോട് ഗുഡ് ഗേൾ അല്ലേ എന്ന് ചോദിക്കുമ്പോഴും പറയും അല്ല, തെറ്റിപ്പോയി, പാരഡോക്സ് ആണ് എന്ന്. അപ്പോൾ ഈ 2 ഫ്രേഗ്രൻസസും എനിക്ക് എയറിൽ ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല് വളരെ സിമിലർ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഫ്രേഗ്രൻറ്റിക്കയിലെ നോട്ട്സ് ബ്രേക്ക് ഡൗൺ ഒക്കെ നോക്കുവാണെങ്കിലും വളരെയധികം സിമിലർ ആണ്. ഗുഡ് ഗേളിന് കുറേയധികം ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. പക്ഷേ ഈ പാരഡോക്സിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഗുഡ് ഗേളിലുണ്ട്. എനിക്കൊന്ന് പെയറും അങ്ങനെ ഏതോ നെറോലിയും ഇങ്ങനെ 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഗുഡ് ഗേളിൽ ഇല്ലാത്തത്. പക്ഷേ പാരഡോക്സിൽ ഇല്ലാത്ത കുറേയധികം ഇൻഗ്രീഡിയൻസ് ഗുഡ് ഗേളിലുണ്ട്. എന്നാൽ പോലും ഇത് എയറിൽ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആയിട്ടാണ് വരുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഫ്രേഗ്രൻസും കൂടിയാണ് പ്രാഡ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ്, നമ്മുടെ ഗുഡ് ഗേൾ ഒക്കെ പോലെ തന്നെ നന്നായി ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് പ്രാഡയുടെ പാരഡോക്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ml UK പ്രൈസ് വരുന്നത് 82 pounds ആണ്. ഇന്ത്യൻ പ്രൈസ് സെഫോറയുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് 9,500 pounds ആണ്. അപ്പം പ്രൈസ് കുറച്ച് കൂടുതലാണ്. അപ്പം ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എവ്രിഡേ പെർഫ്യൂമായിട്ട് അല്ലെങ്കിൽ ഓഫീസ് യൂസിന് പറ്റുന്ന പെർഫ്യൂമായിട്ട് അങ്ങനെ ഒരു പെർഫ്യൂം കൊണ്ട് നിങ്ങൾ എല്ലാ ഒക്കേഷനിലും എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പ്രാഡ പാരഡോക്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പേഴ്സണലി എനിക്ക് ഈ ഒരു പെർഫ്യൂമിനോട് താല്പര്യക്കുറവുണ്ട്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു. കാരണം ഇതിന് മറ്റ് പെർഫ്യൂംസിനോട് സിമിലാരിറ്റി തോന്നുന്നത് കൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ പോലും അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് എന്ന് പറഞ്ഞ് ഇത് ഒരുപാട് ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടാണെന്ന് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.